ഏയ്, ഇയാൾ എന്നെ കൊലക്ക് കൊടുക്കും. അതൊക്കെ നിർത്താൻ. ഒന്ന് നിർത്ത് ഭാഷ. ഇല്ല, കയ്യോടെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ആര്? യമുന തമ്പുരാട്ടി. യമുന തമ്പുരാട്ടിയോ? എരുമ തമ്പുരാട്ടി അല്ല, യമുന തമ്പുരാട്ടി. അങ്ങനെ തന്നെയാണ് പറഞ്ഞേ. അയ്യോ ചെവി. കുഞ്ഞുണ്ണി, ഞാനിവിടെ ഉണ്ടായിരുന്നു, താൻ പോയി പറയണ്ട. ഓ, എന്റെ ക്രോസ് തിരുമേനിയുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന് വേഗം ചെന്നേ, വിശേഷമുണ്ട്. തമ്പുരാട്ടി തനിച്ചോളൂ? അല്ല, ഒരു ലോറിക്കുള്ള തമ്പുരാക്കന്മാരും ഉണ്ട് കൂടെ. ഒന്ന് വേഗം ചെന്നേ. നിന്നേ, എല്ലാം ഒന്ന് കഴിയട്ടെ. രഹസ്യമായിട്ട് നമുക്കൊന്ന് കാണണം. ബാലേട്ടങ്ങോട്ടാ? യമുനത്തമ്പുരാട്ടി വിളിച്ചു, ഒന്ന് കാണണമെന്ന്. എന്റെ അമ്മേ, ബാലേട്ടപ്പ അങ്ങനെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടി വരും. കാര്യം എന്താണെന്ന് ഞാനും കൂടി അറിയട്ടെ. കള്ളാ, നീയും വാടാ ശബിയെ. എന്തുട്ടി ഇടിയാലും നമുക്ക് പപ്പാതി പോലെ. അത് മതി. അയ്യോ, നോക്കി ഇറങ്ങിട്ടാ. ആരെവിടെ മൃദംഗം വായിച്ചത്? ഞാനാ. എങ്ങനെ കൊള്ളാമോ? ചേച്ചിക്ക് സുഖമില്ലാതിരിക്ക. ഇവിടെ മൃദംഗം വായിക്കരുന്ന് അറിഞ്ഞൂടെ? പൂഞ്ഞായി കൊള്ളാലോടാ. എന്നാ ഈ പൂഞ്ഞാലിക്ക് ഇവിടെ മൃദംഗം വായിക്കാൻ പാടില്ല എന്നൊരു ബോർഡോ ഇത് തൂക്കിക്കൂടായിരുന്നോ? നോ പാർക്കിംഗ്. ഇടോ നന്ദിനിക്കുട്ടി, വേണ്ട. ആരാ മൃദംഗം വായിച്ചത്? ഞാനല്ല. ഇയാളാ. ഒന്നകത്തേക്ക് വരൂ. വേഗം ചെല്ല്. കിട്ടുന്നതിൽ പാതി എനിക്ക് വേണ്ടേ. മോൻ മുഴുവൻ എടുത്തോട്ടോ. വേഗം ചെല്ലിടാ. നിങ്ങളാണോ മൃദംഗം വായിച്ചത്? അതെ. എന്തേ, അബദ്ധായോ? എന്താ ചെയ്യാ തമ്പുരാട്ടി, മൃദംഗം കണ്ട പല വായിക്കും. രണ്ടെണ്ണം വീശിയ പിന്നെ പറയേ വേണ്ട, തകർത്തങ്ങോട്ട് വായിക്കണം. ഞാൻ കാരണം തമ്പുരാട്ടിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി ഞാൻ വായിക്കില്ല കേട്ടോ. ഒന്ന് നിൽക്ക. നിങ്ങൾ ഇനിയും വായിക്കണം. എന്റെ ഓർമ്മകൾ മരിക്കാതിരിക്കണമെങ്കിൽ. തമ്പുരാട്ടി മരിക്കാൻ പോവാ. നല്ല കാര്യായി. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കൊട്ടാരവും തമ്പുരാക്കന്മാരെയും തമ്പുരാട്ടിമാരെയും ഒക്കെ അടുത്ത് കാണണതേ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം പിടിക്കോ? മുഖം കണ്ടറിയാം ദേഷ്യം വരില്ല എന്ന്. തമ്പുരാട്ടി ഭയങ്കര സുന്ദരിയാ. എങ്ങനെയുണ്ട് ബാലേട്ടാ? ശരിക്ക് കിട്ടിയല്ലേ? സൈലൻസർ വെച്ചിട്ടുള്ള അടിയായിരുന്നു തോന്നുന്നു. പുറത്തേക്ക് ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല തമ്പുരാട്ടി. എന്താ ബാലേട്ടാ? തമ്പുരാട്ടി ഉണ്ട് പറഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടായെന്ന്. പിന്നെ മൃദംഗം ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞു. അയ്യോ, പിന്നെ പിന്നൊരു കിസ് തന്നടാ. ബാലേട്ടാ, ഇപ്പൊ പോയ ബാലൻസ് കിട്ടോ? അല്ലെങ്കിൽ വേണ്ട. ഈ കിസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഔട്ടപേഷനാ. കൊറേ നേരം വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിട്ട് കേട്ടോ. ആ സോപ്പിങ് ഇതാ. എന്റെ ഈശ്വര, എന്തേ കാണണേ? പുളി മത്സരം. ഇത് പെണ്ണുങ്ങൾ വിളിക്കുന്ന കടവാ. അത് കണ്ടുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാരല്ലേ ജി, കഥാകൃത്തല്ലേ? കഥാകൃത്ത് മാത്രല്ല, നടനുവാ. സ്വഭാവ നടൻ. സത്യം പറയാലോ, നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഈ കൊട്ടാരത്തിനകത്ത് വെച്ചൊന്ന് മിണ്ടാൻ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും എത്തില്ല ദിനോസർമാര്, ലഭ്യന്മാര്. അയ്യോ, തിരക്കില്ല, എനിക്ക് യാതൊരു തിരക്കില്ല. സാവകാശം കുളിച്ചോളൂ. കുളി കഴിഞ്ഞിട്ട് നമുക്ക് പരിചയപ്പെടാം. ടൈം എടുത്ത് കുളിച്ചോളൂ. ഐ എം വെയിറ്റിംഗ് ദേർ.
എന്റെ ഈശ്വര, അടുത്ത ജന്മത്തിൽ ഈ കുളത്തിൽ എനിക്കൊരു മീനായിട്ട് ജന്മം തരണേ. എവിടെ ഇരുന്നാലും ആർക്കും സംശയം ഉണ്ടാവില്ല. എനി ഹെൽപ്പ്? എന്താടോ? സ്ത്രീകൾ കുളിക്കുന്നിടത്ത് തനിക്ക് എന്താ കാര്യം? അതിനെ ഞാനും ചോദിക്കുന്നത്. സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് തനിക്ക് എന്താ കാര്യം? തന്നെ പോലുള്ള കൃമികീടങ്ങൾ സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നുണ്ടോ നോക്കാൻ വന്നതാ. എന്നിട്ട് കണ്ടു. ഉദാര മേലെപ്പറമ്പി നാളികേരം 2400 അല്ലേ? അത് 1000 എഴുതിയാ മതി, അളിയൻ അറിയണ്ട. സ്ത്രീകൾ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കി. നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കുവല്ലടാ. ഞാൻ പിടിക്കാൻ നോക്കിയതാ. നീ തരം കിട്ടി എന്ത് പോക്കുത്തരം കാണിക്കുവല്ലടാ. അയ്യോ ഞാനല്ല, അവൻ. എവൻ? ആ കഥാകൃത്തില്ലേ കള്ള പരീക്ഷ. ഇപ്പൊ ചെന്നാ കയ്യോടെ പൊക്കാം, കുളപ്പരയിലുണ്ട്. ഇതെന്തിനാ? കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന്. അതിനാണോ? അതെ, പറ. തുളമടിച്ച് കിറങ്ങി നിക്കടാ, നിക്കടാ, നിക്കടാ. അയ്യോ, നീ സ്ത്രീകൾ കുളിക്കുമ്പോ ഒളിഞ്ഞു നോക്കലടാ. സത്യമായിട്ട് ഞാൻ സ്ത്രീകൾ കുളിക്കുന്ന ആദ്യമായിട്ട് കാണാ. ദിവാകര, സുധാകര, അടിയടാ. അയ്യോ, അമ്മേ, അയ്യോ. എന്താ പ്രശ്നം? ഈ തറവാട്ടക്കറി എന്ത് വൃത്തികം കാണിക്കാന്ന് വിചാരിച്ചോടാ. ചോദിക്കാനും പറഞ്ഞു ഞങ്ങൾ ആണുങ്ങളുണ്ടൂടെ. ഹായ്, ഇയാൾ ആണാണല്ലേ? അതൊരു പുതിയ അറിവ് കേട്ടോ. അല്ല, ഇപ്പൊ എന്തിട്ടപ്പോ പ്രശ്നം? സ്ത്രീകൾ കുളിക്കരുതേ, ഇവൻ ഒളിഞ്ഞു നോക്കി. വൃത്തികേട് കന്നാലി. അപ്പൊ പ്രശ്നം സോൾവ് ആയല്ലോ. എടാ, നിനക്കൊന്നും പരമേശ്വരൻ അറിയില്ല. ഇനി ഈ വക വൃത്തികേട് തറവാട്ടി കാണിച്ചാൽ പരമേശ്വരൻ ആരാന്ന് നീയൊക്കെ അറിയും. പ്രൊഡ്യൂസറെ അവിടെ നിന്നേ. ഒന്ന് രഹസ്യമായിട്ട് കാണണം കേട്ടോ. ആ, എങ്ങോട്ടാ? കൊളക്കടവിലേക്ക്. എന്തിനാ? കുളിസിയും കാണാൻ. ആഹാ. അയ്യോ അതെ. ഹലോ, എന്താ ഇങ്ങനെ കിടക്കണത്? എഴുന്നേൽക്കണ്ടേ? നേരെ എത്രയെന്നറിയോ? കമോൺ ചേച്ചി. ഇങ്ങനെ അമ്മൂമ്മമാരെ പോലെ കിടന്നാലോ? എഴുന്നേക്ക്, പോയി കുളിച്ച് ഫ്രഷ് ആയി വാ. അമ്മായി വെള്ളം ചൂടാക്കുന്നുണ്ട്. ഒരു സ്റ്റീം ബാത്ത് കഴിഞ്ഞ സംഗതി ഓക്കെ. ദേ, ഇന്ന് കാവില് പോണ്ട ദിവസാ. ഞാൻ വരണില്ല, നന്ദിനി പൊയ്ക്കോ. ദേ യമുന തമ്പുരാട്ടി, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പൊക്കിക്കൊണ്ടുപോകും. എന്റെ ആരോഗ്യത്തെ കുറിച്ച് അറിയാലോ. ഇപ്പൊ പണ്ടത്തേല് സുന്ദരിയായിരിക്കണം. സോ സ്മാർട്ട്. പൊടി ചേച്ചി വരാതെ എനിക്ക് തനിച്ചു പോവാൻ വയ്യ. ഒരു രസം ഉണ്ടാവില്ല. മാത്രമല്ല വഴിപാടുള്ളതാ. വരൂ ചേച്ചി, പ്ലീസ് പ്ലീസ് എഴുന്നേക്ക്. ഞാൻ വരാം. എന്നാലേ ഞാൻ പോയിട്ട് വെള്ളം ചൂടായെന്ന് നോക്കിട്ട് വരാം. ഓക്കെ? സുന്ദരിയുടെ ഒരു ചിരി കണ്ടില്ലേ? എപ്പോ നോക്കിയാലും ഒരു ഒടുക്കത്തെ വെള്ളം ചൂടാക്കലും കഷായം ഉണ്ടാക്കലും. എന്നെ കൊണ്ട് വയ്യ, ഞാൻ പോവാ. സ്വന്തം മോളാണെ കൊള്ളാം. വല്ല തമ്പ്രാട്ടിയും പറ്റ ഈ കുട്ടിക്ക് വേണ്ടി ഇങ്ങനൊക്കെ ചെയ്യാൻ ഈ തിരുമേനിക്ക് എന്താ പ്രാന്താ? നീ ഒന്ന് പതുക്കെ പറ, വലിയിട്ട് കേട്ട തല പോവും. അല്ല, ഞാൻ പറയണ നേരല്ലേ? തമ്പുരാട്ടി മക്കളും അനുഭവിക്കേണ്ടതല്ലേ ഇതെല്ലാം? സ്വന്തം മോൾ ഇല്ലാഞ്ഞിട്ടാണോ? നന്ദിനി കുട്ടിയില്ലേ? അവളുടെ ഒരു ഭാഗ്യം. വല്ലവന്റെ മകളായിട്ട് പോലും വളർത്തി വലുതാക്കി സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുകയും ചെയ്തു. ആ, ഇനി പറഞ്ഞിട്ടിപ്പോ എന്താ കാര്യം? എന്താ രണ്ടാളും കൂടെ ഒരു കുശുകുശുപ്പ്? ഞങ്ങളെ യമുനമോളുടെ കാര്യം പറയായിരുന്നു. വെള്ളം ചൂടായി, വെള്ളത്തിൽ മരുന്നിടാൻ നന്ദിനിക്കുട്ടി വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. അപ്പച്ചി, കുശുമ്പ് അധികം വേണ്ട, അത് നല്ലതിനല്ല. കുശുമ്പോ? എനിക്കെന്തിനാ കുശുമ്പ്? ചേട്ടാ എന്നെ വിളിച്ചോ? അയ്യോ, ചേട്ടൻ വിളിക്കുന്നു, ഞാൻ പോട്ടെ. ഇനി പോയില്ലെങ്കിൽ അത് മതി. ഭയങ്കര പിടിവാശിക്കാരനാ. വീട്ടു ജോലിക്കാരി മാത്രം നോക്കിയാ മതി. കുടുംബകാര്യത്തിൽ ഇടപെടണ്ട. അതെനിക്കിഷ്ടമല്ല. മനസ്സിലായില്ലേ? ആ, വെള്ളം ചൂടാവുമ്പോ ഇറക്കി വെച്ചോളൂ. ദേ നോക്ക്, കൂടുതൽ ചൂടാവാതെ നോക്ക. ആ, ചേട്ടൻ എന്നെ വിളിച്ചോ? ഇല്ല. ചേട്ടൻ എന്നെ വിളിച്ചു, ഞാൻ കേട്ടതല്ലേ. ഈ ചേട്ടന്റെ ഒരു മറവി. ഈ നന്ദിനിക്ക് ഇത് എന്തിന്റെ കേടാ? എപ്പ നോക്കിയാലും യമിനി ചേച്ചിക്ക് വെള്ളം ചൂടാക്കിയോ കഴിക്കാൻ മരുന്നായോ. മടുത്തു. മടുക്കുവടി മടുക്കും. എല്ലാം നിന്റെ ആങ്ങളെ വരച്ചു വെച്ചതല്ലേ? എടി പെങ്ങന്മാരെ നിങ്ങൾക്ക് എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ടടി? എല്ലാം വട്ടുപിടിച്ച പെണ്ണിനല്ലേ? നിന്നെ കെട്ടി എന്നെ വേണം പറയാൻ. ഇനി ഇപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും വല്യേട്ടൻ നമുക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല. എന്തെങ്കിലും പോരടി. അങ്ങനെ എന്തെങ്കിലും വാങ്ങി ഒരു വാലിക്കാരനെ പോലെ ഇവിടെ കഴിയാൻ പരമേശ്വരന് മനസ്സില്ല. മുഴുവൻ ഞാൻ സ്വന്തമാക്കും. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. എന്താടോ?
ഞാൻ ആ പണിക്കാരെയൊക്കെ ഒന്ന് നോക്കട്ടെ. വെള്ളവും കേറി. അതെ, ഈ പരമേശ്വര കുറുപ്പ് എപ്പോഴും ഇങ്ങനെ ചൂടാവുന്ന എന്താ? എങ്ങനെ ചൂടാവാതിരിക്കും? ഈ തറവാട് മുഴുവൻ കിട്ടുമെന്ന് കരുതി നിങ്ങളെ കെട്ടി, ഒടുവിലൊരു പുല്ലും കിട്ടിയില്ല എന്നറിഞ്ഞാൽ ഏത് കോന്തനും ചൂടായിപ്പോ. പക്ഷേ നിങ്ങളോട് ചൂടാവുന്ന കാണുമ്പോഴാണ് എനിക്ക് വിഷം. അത് വിരഹവേദന അനുഭവിക്കുന്നവർക്കേ അറിയൂ. ഞാൻ ഇവിടെയും എന്റെ അവളങ്ങ് പാറശാലയിൽ ഇന്നലെ ആ ജോത്സ്യൻ ടി വി പറഞ്ഞു എന്റെ നാളുകാർക്ക് ഭാര്യാസുഖമെന്ന്. ചിലപ്പോ കിട്ടുമായിരിക്കും അല്ലേ? ഒരു കാര്യം തുറന്നു വെച്ചോട്ടെ, ഈ പരമേശ്വര കുറുപ്പിനെ അങ്ങ് തഴഞ്ഞൂടെ? ശമ്പളം കുറവാ, ഇതൊക്കെ ഉള്ളൂ, തടയില്ല. രാജി, രാജി, ആ പണ്ടാരക്കാലത്ത് എന്തിന്റെ സൂക്കേടാ? യമുനയ്ക്ക് മരുന്ന് കൊടുക്കാൻ വിളിക്കുന്നതായിരിക്കും. യമുന, ആ നായിന്റെ മൂക്ക് ഒരു ദിവസം ഞാൻ വിഷം കലക്കി കൊടുക്കും. അയ്യോ, വല്യേട്ടൻ കേൾക്കണ്ട. പിന്നെ കേട്ടാ എന്നെ ഒലത്തും. വേണ്ടി വന്ന അയാളെ തട്ടും ഞാൻ. രാജി, നിന്നെ അല്ലേ വിളിച്ചത്? കിടന്ന് കയറി പൊളിക്കുന്നത് കേട്ടില്ലേ? ആർക്കും ഒരു ഉത്തരവാദിത്തമില്ലെന്ന് വെച്ചാ വന്നു വന്ന് അനുസരണ ഇല്ലാണ്ടായി. എത്ര നേരമായിട്ട് നിന്നോട് ഞാൻ പറയുന്നു യമുനയ്ക്ക് കാവിൽ പോകാനാണ് പോയിട്ട് കൊടുക്കാൻ. എന്നിട്ട് നീ എന്തെടുക്കായിരുന്നു? ഞാൻ സുധാരേട്ടന്റെ ഷർട്ട് ശരിയാക്കായിരുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഔദാര്യത്തിലാണ് നിങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്. നിങ്ങളായിട്ട് അത് ഇല്ലാതാക്കരുത്. എല്ലാ വെള്ളിയാഴ്ചയുള്ള വഴിപാടാണ്, അത് മുടക്കിയ കുഴപ്പമാണെന്ന് നിനക്കൊക്കെ അറിഞ്ഞൂടെ? കരയാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ മോള് സുഖമില്ലാത്ത കുട്ടിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിഞ്ഞൂടെ? അമ്മയില്ലാത്ത അവൾക്ക് നിങ്ങൾ അപ്പച്ചി വരെ അമ്മ, അത് മറക്കാതിരിക്ക. ആ, ഒന്ന് എളുപ്പം നടക്ക ചേച്ചി. ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ചുറ്റിടന്നാൽ തന്നെ മനസ്സിന്റെ ഭാരം പകുതി കുറയും. എന്നാ നേരെ കളയണ്ട, പോയിട്ടൊരു. അച്ഛനും പറഞ്ഞ കൂടെ? ചേച്ചിയെ നോക്കാൻ എനിക്കറിയാം. അച്ഛൻ തൽക്കാലം ഇവിടെ ഇരുന്നാ മതി. എന്നാ പോയിട്ടൊരു. ആരത്? ആരാന്ന് ചോദിച്ചേ? കളി എന്നോട് വേണ്ട. ഞാൻ ആരാണെന്ന് അറിയാമോ? സത്യ, കല്ലൂർക്കാരൻ 5ാമത്തെ അനിയൻ. വേല എന്നോട് ഇറക്കല്ലേ? മോളെ എഴുന്നേക്ക്. മോളെ, മോളെ, മോളെ. ഉണ്ണേട്ടൻ എവിടെ? ഉണ്ണേട്ടൻ പോയോ? എന്റെ മോള് ദുസ്വപ്നം കണ്ടതാ. മരിച്ചവർ സുഖം ചെയ്തവരാ, അവരൊരിക്കലും തിരിച്ചു വരില്ല. എന്റെ മോള് വാ. അങ്ങനെ സീൻ നമ്പർ 1. കർട്ടൻ ഉയരുമ്പോൾ രംഗം ശൂന്യം. അങ്ങനെ ഉമർത്ത ചാരു കസേരയിൽ വളഞ്ഞ് ഞളഞ്ഞ് പൊളഞ്ഞ് ചെരിഞ്ഞു കിടക്കുന്ന ചിന്താവസ്ഥയായ ശ്യാമള. അതൊരു സിനിമ. അല്ലല്ല, തിരുമേനി കർട്ടന് വരുമ്പോ രംഗം ശൂന്യന്നല്ലേ പറഞ്ഞു. പിന്നെ എങ്ങനെ തിരുമേനി പറഞ്ഞത്? തിരുമേനി ഫ്ലൈറ്റിൽ വന്നു. അതെ, ഒരു കാര്യം പറഞ്ഞേക്കാം, നടന്മാരെ പണി ചെയ്താൽ മതി, തിരക്കഥയിൽ കൈയിടണ്ട. ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വല്ലാണ്ട് കളിച്ച് ക്ഷീണിച്ചു പോയേ. നീ ഒന്നും മിണ്ടാണ്ട് നീ വായിക്കേ. ആ, അങ്ങനെ വടക്കേപ്പുറത്തെ ചാരു കസേരയിൽ ചിന്താമുഖനായിരിക്കുന്ന തിരുമേനി. ഇനിയാണ് സസ്പെൻസ്. എന്തുകൊണ്ടാണ് തിരുമേനി ചിന്താമുഖനായിരുന്നത് നിങ്ങൾക്ക് ആരും പറയാൻ പറ്റുമോ? പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ. ഞാൻ പറയാം. തിരുമേനി എന്തോ ചിന്തിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് ചിന്താമുഖനായത്. ചിന്തിക്കാതെ എങ്ങനെയാണ് ചിന്താമുഖനായിരിക്കുന്നത് വിവരദോഷി? പ്രേക്ഷകരായി നിങ്ങൾ ആരും പറയൂ, അല്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ട, ഞാൻ പറയാം. തിരുമേനിക്ക് 2 പെൺമക്കൾ, സുന്ദരികളായ 2 പെൺമക്കൾ. തിരുമേനിയുടെ പ്രതീക്ഷ മുഴുവൻ ഈ പെൺമക്കളിലാണ്. മൂത്തവൾ ഒരു മുസ്ലിം പയ്യനുമായി പ്രേമത്തിലായി. മുസ്ലിം ചെക്കനോ? എന്താ, മുസ്ലിം ചെക്കനായ പറ്റൂലേ? മുസ്ലിം മതി, ക്രിസ്ത്യാനി വേണ്ട.